കാണുമ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കണ്ടില്ല, എല്ലാവരും തുള്ളിച്ചാടിരിക്കുന്നുണ്ടോ? ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. കണ്ടാ ഇഷ്ടമല്ല കൊടുക്കാനാണ് അവർക്ക്. ദൂരെ ഈ പാത്രമായിട്ട് വരുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അവർക്കറിയാം അവർക്കുള്ള സ്നാക്സ് എന്നുള്ള രീതിയാണ് നമ്മൾ ട്രഡീഷണൽ ഫുഡ് ഇല്ലേ? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കുന്നുണ്ടോ? അപ്പഴേ തിന്നിറങ്ങും. കറങ്ങി വരുന്നുണ്ട്, അപ്പുറത്തോട്ട് പോയി കറങ്ങി വരുന്നതിന് മുമ്പേ ഇവർ പുതിയതായിട്ട് ഇറക്കിയ കോഴികളാണ്. 130 കോഴിയുണ്ട്. ഇവർ മുട്ടയിടാൻ തുടങ്ങിയിട്ട് 5 ദിവസം ആവത്തേയുള്ളൂ. അതുകൊണ്ടാണ് ഈ കൊച്ചു മുട്ടകൾ വരുന്നത്. വലിയ മുട്ടകൾ അവർ ഇടും. 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ ഒരു വലിയ മുട്ടയായി വരും. ചെറിയ മുട്ടകളാണ് അല്ലേ? ചെറിയ മുട്ടകളാണ് നമ്മളെല്ലാം. ഈ ചെറിയ അതാണ് ഈ ആടുകളങ്ങൾ. 50 പേരാണ് ഒരു സൈഡിൽ നിൽക്കുന്നത്. ചില മുട്ടകളൊക്കെ ചെറുതല്ലേ? അത് ഇട്ട് തുടങ്ങിയത് കൊണ്ടാണ് ചെറിയ മുട്ടകൾ ഇങ്ങനെ ഇരിക്കുന്നത്. വലിയ മുട്ടകൾ 2 കരു കാണും. 2 കരു നല്ല നമുക്ക് സന്തോഷമാണ്. ആദ്യമായിട്ട് ഇടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ പേര് ഷൈനി എന്നാണ്. ഞാൻ കൊല്ലം ജില്ല പരവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. കല്ലുംകുന്ന് എന്ന് പറഞ്ഞ സ്ഥലമാണ്. പിന്നെ ഞാൻ ഈ കുറേ വർഷം മുമ്പേ ഞാൻ കോഴി വളർത്തിയിട്ടുണ്ട്. പക്ഷേ അന്ന് നല്ല വിജയമൊക്കെ തന്നെയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കോഴിയെ കൊറോണ സമയത്തേക്ക് കിട്ടാതെ വന്നുകൊണ്ട് കോഴി അങ്ങ് ഇതായിപ്പോയി. പിന്നെ ഞാൻ നാടൻ കോഴിയൊക്കെ വളർത്തി, അതൊന്നും വിജയിച്ചില്ല. പക്ഷേ വിനോദണ്ണൻ്റെ കോഴി ഇപ്പോൾ ഒരു 6 മാസം മുമ്പാണ് ഞാൻ ആദ്യം 110 കോഴി ഇറക്കി. അതിൽ വിജയം കണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ 1 മാസത്തിന് മുമ്പ് 130 കോഴി ഇറക്കി. അതിൽ ഇപ്പം ഞാനൊരു കുറച്ച് ദിവസം കൊണ്ടേ മുട്ടയിടും. 1 മാസം ആയതേ ഉള്ളൂ. അവർ വന്നിട്ട് അവരാണ് ഈ 2ാമത്തെ ബാച്ചിൽ നിൽക്കുന്നത്. 130 പേരുണ്ട്. നല്ല ഇതാണ് വിനോദണ്ണൻ്റെ നിന്ന് മേടിക്കുന്നതിന് നല്ല. അതുപോലെ വിനോദണ്ണൻ എന്ന് വെച്ചാൽ എല്ലാം നല്ല രീതിയിൽ പറഞ്ഞു തരും. നമുക്ക് എങ്ങനെ വളർത്താൻ പറ്റും, കണ്ടിന്യൂ ആയിട്ട് പോകണമെന്ന് പറയുന്ന രീതിയിൽ കണ്ടിന്യൂ ആയിട്ട് ചെയ്താൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അതിൽ നമുക്ക് ലാഭകരമാക്കി കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പരിശ്രമം ഒത്തിരി നല്ലതുണ്ട്. അല്ലാതെ വീട്ടമ്മമാർക്ക് പറ്റുന്ന ജോലിയാണ്. പക്ഷെ അവർ ഇത്തിരി ഒന്ന് കാരണം ഈ കമ്പനി പറയുന്ന രീതിയിലുള്ള ആഹാരങ്ങളൊക്കെ കൊടുക്കണം അല്ലേ? അവർ പറയുന്ന വിനോദം പറയുന്ന കാൽസ്യവും പ്രോട്ടീനും ഇതെല്ലാം നമ്മൾ കൊടുക്കണം. അതിൻ്റെ കൂടെ പച്ച ഇല വർഗ്ഗങ്ങളെല്ലാം ഞങ്ങൾ കൊടുക്കണം. മടിച്ചിരുന്ന കാര്യം നടക്കത്തില്ല. പക്ഷെ നല്ല രീതിയിൽ നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. മുട്ട വിൽപ്പനയ്ക്ക് യാതൊരു പാടുമില്ല. മുട്ട വിൽപ്പനയ്ക്ക് ഒരു പാടുമില്ല. എനിക്ക് ഒരുപാട് ഓർഡറും കാര്യങ്ങളുണ്ട്. ഞാൻ ഒരുപാട് നാളുകൊണ്ട് ഞാൻ ഈ ബിസിനസ്സിൽ ഇറങ്ങിയിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾക്ക് ഒരു മുട്ട പോലും വേസ്റ്റായി വരത്തില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. അതുകൊണ്ടാണല്ലോ 2ാമത് ഞാൻ ഇറക്കാൻ കാരണം. മറ്റു കോഴികളിൽ നിന്ന് എനിക്ക് തോന്നുന്നു VV3 ആണ് നല്ല ഇത്. VV3 കോഴിക്കാണ് നല്ല ഇത് ബെനിഫിറ്റ് ഉള്ളത്. പലരും പറയുന്നു VV3 വളർത്തുന്ന നഷ്ടമാണ്. നഷ്ടമാവാൻ കാരണം എന്ന് വെച്ചാൽ അവരത് നല്ലൊരു ശ്രദ്ധിക്കുന്നില്ല. അവരതിനകത്ത് ശ്രദ്ധ കുറയുന്നുണ്ട്. അവർ വെറുതെ തീറ്റ ഇട്ട് കൊടുത്തിട്ട് അങ്ങ് പോയിട്ട് കാര്യമില്ല. ഇത് നമ്മൾ അതേന്ന് പറഞ്ഞ് നമ്മളെ മക്കളെ പരിചരിക്കുന്ന പോലെ അവരെ കണ്ടിന്യൂ. എൻ്റെ പേര് ഇക്ബാല്. ഞാൻ കൊല്ലം പരവൂർ കുറുമണ്ടലിലുള്ളതാണ്. ഞങ്ങൾ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങിയിട്ട് ഗൾഫ് ജീവിതം കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഈ കോഴിയുടെ പരിപാടി നമ്മൾ തുടങ്ങിയിരുന്നു. അത് നല്ലൊരു വിജയമായിട്ട് അന്ന് തോന്നി. പിന്നെ ഇടയ്ക്ക് കൊറോണയൊക്കെ വന്ന സമയത്ത് കോഴിയെ കിട്ടാതെയൊക്കെ ആയി. അങ്ങനെ കുറച്ച് നാൾ നിർത്തി വെച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ആ ഒരു മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങിയേക്കുന്നു. വളരെ നല്ല ലാഭകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പരിപാലനത്തിൻ്റെ രീതി അനുസരിച്ച് നമുക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. വിഷരഹിതമായ ആഹാരം നമുക്ക് പുറമെ ഉള്ള ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യാം. ആ ഒരു രീതിയിൽ ഇപ്പം ഇതും പശുവും ആടൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ 10-20 ആടൊക്കെ ഉണ്ടായിരുന്നു. ആടിനെയൊക്കെ കൊടുത്തു. ഈ പട്ടിയുടെയൊക്കെ ശല്യം കാരണം ആടിനെയൊക്കെ നമ്മൾ ഒഴിവാക്കി. ഇപ്പം ഈ കോഴിയും പശുവൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പൊ ഇത്രയും വർഷത്തെ ഒരു പ്രവൃത്തി പരിചയം കൊണ്ട് കുറെ കോഴികളെ കുറിച്ച് അന്വേഷിച്ച് കാണുമല്ലോ. അപ്പൊ അങ്ങനെയാണല്ലോ വിനോദിന്റെ ഫാം കാർട്ടിൽ എന്ന് പറഞ്ഞാൽ വിനോദിന്റെ കയ്യിൽ നിന്ന് കോഴിയെ വാങ്ങിച്ചു തുടങ്ങിയത്. വിനോദിന്റെ കോഴിയെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം? പുള്ളിയെടുത്ത് നമ്മൾ ആദ്യം ഒരു സെക്ഷൻ ഇറക്കി. നമുക്ക് നല്ല വിജയമായിട്ട് തോന്നി. അത് പറഞ്ഞതുപോലെ തന്നെ മുട്ട പറഞ്ഞ സമയത്ത് മുട്ട ഇടുകയും മറ്റ് കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ 2ാമതും അവരെടുത്ത് നിന്ന് ഒരു 130 കോഴിയെ കൂടെ ഇറക്കി. ആ പറഞ്ഞ ഡേറ്റിനെ കാട്ടി മുന്നേ അവർ മുട്ടയിട്ട് തുടങ്ങുകയും ചെയ്തു. മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ ലാഭകരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു.
പുള്ളി ഈ മറ്റ് പല സ്ഥലങ്ങളിലും നമ്മളത് അന്വേഷിച്ചിരുന്നു. പക്ഷെ എല്ലാം വ്യാജമായിട്ടുള്ള കോഴികളാണ്. കാരണം ഒത്തിരി വ്യാജന ഇറങ്ങുന്നുണ്ട്. ഒരുപാട് ഈ BV3 തന്നെ ഒരുപാട് വ്യാജന്മാർ ഇറങ്ങുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നെ നമുക്ക് കോഴി കിട്ടാതായി. നമ്മൾ പലയിടത്തുനിന്നും ഇറക്കി നോക്കി, ഒന്നും വിജയിച്ചില്ല. ആദ്യത്തെ ആ ഒരു ഇത് വരാഞ്ഞതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇടക്കാലം കുറച്ച് നിർത്തി വെച്ചിരുന്നു. അങ്ങനെയാണ് ഇപ്പം ഈ വിനോദിന്റെ കോഴി ഇറക്കി ആൾക്കാർ അവരിൽ നിന്നുള്ളൊരു അനുഭവങ്ങൾ പറഞ്ഞു കേട്ട് ആണ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു. ഒരുപാട് കർഷകരെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് നമ്മൾ പലരെയും ഇങ്ങനെ നോക്കി. അപ്പൊ പുള്ളിയുടെ അടുത്ത് നിന്ന് ഇറക്കി വിജയിച്ചവരടുത്തു നിന്ന് ഉള്ള അനുഭവം കൊണ്ട് നമ്മൾ പുള്ളിയായിട്ട് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ പുള്ളിയുടെ അടുത്ത് നിന്ന് ആദ്യമായിട്ട് ഇറക്കി. പക്ഷെ അതിന് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പശുക്കൾ എത്ര ഉണ്ട്? പശുക്കള് ഇപ്പം ഞങ്ങള് ഒരു പശുവിൽ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പൊ നിലവില് 13 പശുക്കളോളം ഉണ്ട് കുട്ടികളുമായിട്ട്. അത് ശരി, കുഴപ്പമില്ല. പ്രവാസ ജീവിതത്തിന് ശേഷം കാർഷിക ജീവിതം സന്തോഷകരമായിട്ട് പോകുന്നു. അതിലൊരു സമാധാനമുണ്ട്. ഒന്നുമില്ലെങ്കിൽ മിണ്ടാപ്രാണികൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ ഒരു സന്തോഷം. ആ ഒരു രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മിക്ക വീഡിയോയിലും BV3യുടെ നഷ്ടമാണ്, BV3 വളർത്തുന്ന നഷ്ടമാണെന്ന് പലരും കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കാരണം എന്തായിരിക്കും? അതിന്റെ കാരണം എന്ന് വെച്ചാൽ നല്ല ഫാമുകളിൽ നിന്ന് എടുക്കാൻ നോക്കണം. അല്ലാതെ നമ്മൾ ഈ BV3 എന്ന് പറഞ്ഞ് തരുന്ന വേറുള്ള ഫാമുകളിൽ തരുന്ന കോഴികൾ മുട്ടയിടണമെന്നില്ല. ഇതിന്റെ വ്യാജന്മാരുണ്ടല്ലേ? ഇതിന്റെ വ്യാജന്മാരുണ്ട്. എന്ന് വെച്ചാൽ നമ്മള് മുട്ടയിടുമെന്ന് പറഞ്ഞ് കോഴികൾ എടുക്കും, പക്ഷെ മുട്ട കിട്ടത്തില്ല. കിട്ടാത്ത കാരണം ഈ വ്യാജന്മാരായത് കൊണ്ടാണ്. അപ്പൊ നല്ല കോഴി എന്ന് വെച്ചാൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് വെച്ചാൽ വിനോദണ്ണനെ എന്ന് മേടിച്ചതിലാണ് എനിക്ക് ഈ റിസൾട്ട് കിട്ടിയത്. അപ്പോൾ ഇപ്പം മുട്ടയിടാൻ ഞാൻ പറഞ്ഞേ, ഇപ്പോൾ ഒരു മാസമാണ് അണ്ണ ഈ കോഴിയൊക്കെ പറഞ്ഞു 130 കോഴി എടുത്തതിൽ ഒരു മാസം പറഞ്ഞു. 23-ാം തീയതി ഞാൻ മേടിച്ചെങ്കിൽ ഇന്നിപ്പോൾ 22 ആയതേ ഉള്ളൂ തീയതി. പക്ഷെ 19-ാം തീയതി തൊട്ട് എനിക്ക് 17-ാം തീയതി തൊട്ട് എനിക്ക് മുട്ടയിടാൻ തുടങ്ങി. 130 കോഴികളുണ്ട്. ഇതിന് ഇപ്പം ചൂട് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ ഷെഡ് നല്ല ഹൈറ്റ് ഉള്ളതാണ്. ഏകദേശം അത്യാവശ്യം കാറ്റൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പൊതുവെ എല്ലായിടവും ചൂട് കൂടുതലാണ്. അതിൻ്റേതായിട്ടുള്ളൊരു അസ്വസ്ഥത അവർക്കും ഉണ്ട്, നമുക്കും ഉണ്ട്. നമ്മളെ പോലെ തന്നെയാണ് മൃഗാപ്രാണികൾക്കും അതിൻ്റേതായിട്ടുള്ള ഉയർത്തി ഷെഡ് ചെയ്തേക്കല്ലേ ചൂട് ക്രമീകരിക്കുന്നത്. അതിനകത്ത് വേറെ ഒരു കൂട്ടിലല്ലേ? ആദ്യം വേറെ കൂട്ടിലായിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ സെക്ഷനാണ് നമ്മൾക്ക് ഇങ്ങനെ ഇട്ടേക്കുന്നത്. പശുത്തൊഴുത്തൊക്കെ അപ്പുറം അല്ലേ? അതും ഓപ്പൺ പ്ലേസ് ആയിട്ട് ഇട്ടേക്കാണ്. ഒരുപാട് നാളുകൊണ്ട് BV3 വളർത്തുവാണല്ലോ. അപ്പോൾ BV3 വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്താണ്? ഇത് ആർക്കും ചെയ്യാം. എന്തും നമ്മൾ കാഴ്ചപ്പാടിൽ കാണുന്നത് പോലെ അല്ല. ഏതൊരു തൊഴിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ കാണിക്കുന്ന ആത്മാർത്ഥത പോലെ ആയിരിക്കും അതിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്. എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. ഒരല്പസമയം നമ്മൾ അതിനുവേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് കുനിഞ്ഞൊരു പേപ്പർ താഴെ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും എടുത്തു കൊടുത്താൽ അത് ഞാൻ വാങ്ങിക്കോളാം എന്നുള്ളൊരു നിലപാടിൽ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങിയാൽ അത് നമുക്ക് നഷ്ടമായിട്ടേ വരത്തുള്ളൂ. ഒരല്പസമയം ആത്മാർത്ഥതയോടുകൂടി നമുക്ക് അത് ഇതിനായിട്ട് നമ്മൾ മെനക്കെട്ട് ഇറങ്ങിയാൽ നമുക്ക് അതിൽ നിന്ന് 10 രൂപ എടുക്കാം എന്നുള്ളൊരു സന്തോഷം മനസ്സിനുണ്ടാവും. അതല്ലാതെ ഇത് നോക്കി നിന്നിട്ട് അതിൽ നിന്ന് ബെനിഫിറ്റ് എടുക്കാമെന്ന് പറഞ്ഞു നിന്നാൽ ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോകില്ല. ഞാനിവിടെ വന്നിട്ടുണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നിയതെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഐക്യം, ഒരു ഫാമിലി സപ്പോർട്ട് ഒരു വളരെ വലുതാണ് ഏത് കൃഷിയിലും അല്ലേ? ഞങ്ങളിപ്പം കുടുംബത്തിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 മക്കളുണ്ട്. ഇപ്പം ഞങ്ങൾ ഒരാളില്ല അതൊന്ന് പോയി നോക്കാൻ പറഞ്ഞാൽ അവർ സന്തോഷത്തോടു കൂടി വന്നിട്ട് അവർ ആ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പൊ ഏതൊരു കൃഷിയുടെയും വിജയം അതാണ്. തീർച്ചയായിട്ടും ഏതൊരു തൊഴിലിനായാലും നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത പോലെ ഇരിക്കും അതിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്. അതല്ലാതെ ഇത് നോക്കി നിന്നിട്ട് അതിൽ നിന്ന് കൂലി വാങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഇന്നത്തെ കാലത്ത്. ഈ പല ഫാമുകളും ജോലിക്കാരെയൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അത്രത്തോളം ആത്മാർത്ഥത വരത്തുള്ളൂ അല്ലേ? അതെ, ജോലിക്കാർ നിൽക്കുമ്പോഴത്തേക്ക് അവരതിൻ്റെതായിട്ടുള്ള കാരണം അവരൊക്കെ ഒരു ടൈമിങ്ങും കാര്യമൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു ടൈം നോക്കിയിട്ട് കാര്യമല്ല. ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമ്മൾ മെനക്കെട്ട് തന്നെ നിൽക്കണമെന്നില്ല. രാവിലെ അവർക്ക് ഫുഡ് കൊടുക്കുന്ന സമയങ്ങൾ കറക്റ്റ് ആയിരിക്കണം. പിന്നെ ഇടയ്ക്ക് നമ്മൾ എപ്പോഴെങ്കിലും ഒന്നൊന്ന് ശ്രദ്ധിക്കുക, ഒരു കെയർ വേണം. കാരണം അവർക്ക് വെള്ളം കിട്ടുന്നുണ്ടോ, അവർക്ക് വെള്ളം കിട്ടുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും നഷ്ടങ്ങൾ തന്നെ വരുത്തുള്ളൂ. ഇപ്പൊ 2 ബാച്ചിലാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. 2 ബാച്ചിലാണ്. അവിടെ 100, ഇവിടെ 120 അല്ലേ? ഇവിടെ 130, അവിടെ 100. 2 ബാച്ചായിട്ട് അങ്ങനെ കിടക്കും. അപ്പൊ ഈ BV3യുടെ മുട്ടയ്ക്ക് എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്? നമ്മളിപ്പം നിലവിൽ 9 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നേരത്തെ 8 രൂപയായിരുന്നു. തീറ്റയ്ക്ക് വില വ്യത്യാസം വന്നപ്പോഴത്തേക്ക് 1 രൂപയുടെ മാറ്റം. കടകളിലൊക്കെ സെയിൽ ചെയ്യുന്നവർ ഈ ഒരു റേറ്റിന്
9 രൂപയ്ക്ക് അല്ലേ? 9 രൂപ എണ്ണയാണ്. വലിയ മുട്ടയാണല്ലോ, ഒരേ സൈസും അല്ലേ? ചില മുട്ടയ്ക്ക് 2 കരുവുണ്ട്. വരവും കാണും. 2 കരുവുണ്ട് അല്ലേ? 2 കരുവുണ്ട്. അത് ഞാൻ ഒരു ഫോട്ടോ അതിപ്പം ഈ 2 കരു ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വെറുതെ ഈ തീറ്റ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ ഇത്തിരി പച്ചപ്പുല്ലുകൾ എന്തെങ്കിലും കൊടുക്കുമ്പോഴത്തേക്ക് ഡബിൾ കരുവുള്ള മുട്ട കിട്ടുന്നുണ്ട് അല്ലേ? ഡബിൾ കര വലിയ മുട്ടയായിരിക്കും. അതായത് കപ്പയുടെ ഇല, വാഴയുടെ ഇല അങ്ങനെയൊക്കെ ഉള്ള ഇത്തിരി അരിഞ്ഞിട്ട് കൊടുക്കണം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ വാഴാക്കി കളയുന്ന സമയം. അതായത് നമ്മളിപ്പം ടിവിയുടെ മുന്നേ പോയി 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുന്ന ആ സമയം കൊണ്ട് നമുക്കിത് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെയൊക്കെ തന്നെ നമ്മൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. പിന്നെ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ കോഴി ഇറക്കണം. നല്ല കോഴികളാണ്, നല്ല കോഴി ബ്രീഡ് കോഴിയെ തന്നെയാണ് അവർ സപ്ലൈ ചെയ്യുന്നത്. വിനോദേട്ടൻ്റെ അടുത്തുനിന്ന് നിങ്ങൾ വാങ്ങിയാൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങി മുന്നോട്ട് പോകാൻ പറ്റും. പുള്ളിയുടെ അഡ്വൈസ് നമുക്ക് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കും. കാരണം ഇന്നത് കൊടുക്കണം, അത്രയും കാര്യങ്ങളെല്ലാം നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും നഷ്ടവും വരത്തില്ല, ലാഭം തന്നെയാണ്. വിശ്വസിച്ച് നമുക്ക് ഇറക്കാൻ പറ്റുന്ന ബ്രീഡ് കോഴികൾ. അതുകൊണ്ടാണല്ലോ നമ്മൾ ആദ്യത്തെ ഒരു ബാച്ച് എടുത്ത് അതിനുശേഷം ഇപ്പൊ രണ്ടാമത്തെ ബാച്ച് നമ്മൾ ഇറക്കിയത്. അതുകൊണ്ടാണ് പലരും ഇതിന്റെ ബൾക്കായിട്ട് കോഴിയെ വളർത്തുമ്പോൾ ഇതിന്റെ വേസ്റ്റ് നിർമ്മാർജ്ജനം എങ്ങനെ ചെയ്യുന്നൊക്കെ ഉള്ള ഒരു ആശങ്കയിലാണ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ആൾക്കാർക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം അത് തന്നെയാണ്. പരിസരവാസികൾക്കായാലും അതിൻ്റെ ഒരു പ്രയാസം ഉണ്ടാകും. പക്ഷെ അതിനുള്ളൊരു സംവിധാനമാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്. നമ്മൾ ആദ്യമൊക്കെ ഇതിന് ഉണക്കി വളമായിട്ടൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ നമുക്കിത് ബയോഗ്യാസിൻ്റെ ഉള്ളതുകൊണ്ട് നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കത് ഗ്യാസ് മറ്റേതിനെക്കാട്ടിയും മറ്റുള്ള സാധനങ്ങൾ ഇടുന്നതിനെക്കാട്ടിയും നല്ല പവറും ഉണ്ട്. ഓ അത് ശരി. കോഴിയുടെ വേസ്റ്റ് ആകുമ്പോൾ ഇപ്പം കൂടുതലും ഉപയോഗിക്കുന്നത്. നേരത്തെ ചാണകവും മൂത്രവും ഒക്കെ ആയിരുന്നു, അതിപ്പം പേരിന് മാത്രം. പക്ഷെ കൂടുതലും ഇടുന്നത് ഇത് തന്നെയാണ്. ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഏത് സമയം നല്ല പവറിലാണ് കിട്ടുന്നത്. നല്ല പവർ എന്ന് പറഞ്ഞാൽ ഹൈ പവറിൽ അത്രയ്ക്കും പവറുണ്ട് ഇതിൻ്റെ ഈ സാധനം. പിന്നെ ബാക്കി വരുന്നത് നമ്മൾ ഇതിൻ്റെ സ്ലറി തന്നെ പശുവിന് പുല്ലിന് വേണ്ടിയിട്ട് പുല്ലിന് ഉപയോഗിക്കുന്നുണ്ട്. കോഴി വളവും കൊണ്ടിടുന്നുണ്ട്. ആ സ്ലറിയും നമ്മളവിടെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പച്ചക്കറികൾ അത്യാവശ്യം നമ്മൾ വിഷരഹിത പച്ചക്കറികൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പച്ചമുളക്, വഴുതന, വെണ്ട അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ഞങ്ങൾ പ്രത്യേകിച്ച് വേറൊരു വളം വാങ്ങാറില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊരു വിഷയമായിട്ട് വരുന്നില്ല. അപ്പോൾ നാട്ടുകാർക്ക് ഒരു പ്രശ്നമില്ല, നാട്ടുകാർക്ക് ഒരു വിഷയമില്ല. ഗ്യാസ് കിട്ടും, മറ്റ് കാർഷിക വിളകൾ ഉണ്ടാക്കാം. അപ്പം ബയോഗ്യാസിൻ്റെ തുടങ്ങിയിട്ട് 1 വർഷത്തോളം ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് അതുവരെ നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഇപ്പം ആ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ പശുവിൻ്റെ മൂത്രം കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് രണ്ടും കൂടെ ആയപ്പോൾ നല്ല പവറാണ്. ഏത് സമയവും ഗ്യാസ് ഉണ്ട്. ഗ്യാസിന് വില കൂടിക്കുന്ന സമയത്ത് ഗ്യാസിന് വില കൂടി. ഇപ്പൊ ആൾക്കാർ ഗ്യാസിന് പരക്കം പാഞ്ഞ് ഓടുന്നുണ്ട്. നമുക്ക് ആ ഒരു വിഷയം വരുന്നില്ല. ഗ്യാസ് സ്വയമേ നമ്മൾ തന്നെ ഉണ്ടാക്കും അല്ലേ? സ്വയമേ ഗ്യാസ് നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പൊ അത് നമുക്ക് ഇതിൽ നിന്ന് ഉത്പാദിപ്പിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല. അതിനുള്ളൊരു സംവിധാനം അതിപ്പോ ഒരുപാട് ചെലവുണ്ടെന്നാ പറയുന്നത്. അതില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാമായിരുന്നു. അപ്പൊ എല്ലാ വീട്ടിലും അല്ലേ, ചെറിയൊരു സ്ഥലത്തും നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമ്മൾ അതേന്നും പറഞ്ഞിട്ട് അതിനെ കെയർ ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ലാഭകരം തന്നെയാണ്. ഇതിപ്പം പലയിടത്തും മിക്ക ആൾക്കാരും ഇത് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്തിരി വെയിലുള്ള സ്ഥലത്ത് ഇത് വാരി ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേ അത് വാടും. വാടിയ വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് നമുക്ക് നഷ്ടം വരുന്നില്ല. അതിൽ നിന്നും ഒരു വരുമാനം കിട്ടും. നമ്മൾ കോഴിക്ക് അരിഞ്ഞു കൊടുക്കുന്നതാണ്. ഇത് കൊടുക്കുന്ന അനുസരിച്ചിട്ട് മുട്ടയ്ക്ക് നല്ല വലിപ്പം ഉണ്ടാവും. അവരൊക്കെ വെള്ളത്തിന്റെ കണ്ടന്റും ഇതിൽ കൂടുതലാണ്. ഇത് എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ടോ? മിക്ക ദിവസങ്ങളിലും ഒട്ടുമിക്ക ദിവസങ്ങളിലും കൊടുക്കുന്നുണ്ട്. നമ്മൾ വസ്തുവിൽ പുല്ല് കൃഷി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഇതും ഇട്ടിട്ടുണ്ട്. ഇതിന്റെ പേരറിയോ? ഇതിന്റെ ഈ ചീര നല്ലതാണ്. മനുഷ്യന് നമുക്ക് സായിപ്പ് ചീര എന്നൊക്കെ പല പേരും പറയുന്നുണ്ട്. ഇതിലനുസരിച്ച് നീല പൂവും പിടിക്കും. ഇത് ഒത്തിരി നട്ടേക്ക് വന്നോ അതോ ഓട്ടോമാറ്റിക്കലായിട്ട് അത് കിളിച്ചു വരുന്നതാണ്. കോഴിക്ക് നല്ലതല്ലേ? കോഴിക്ക് നല്ലതാണ്. നമ്മളും തോരൻ വെച്ച് കഴിക്കാറുണ്ട്. ഇത് നല്ല രസമാണ് കഴിക്കാൻ. ഇത് തീറ്റയുടെ പുറമെ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നതാണ്. ഇതിപ്പം ഈ അസോള കൊടുക്കുന്നതിന് തുല്യമാണ്. കാരണം അത്രത്തോളം വെള്ളത്തിന്റെ കണ്ടന്റും ഇതിനകത്തുണ്ട്. ഇതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അവരുടെ ആ ഒരു സന്തോഷം കാണണം. വെള്ളം ഇത് കഴിക്കാൻ അത്രത്തോളം സന്തോഷത്തിലാണ് അവര് വാഴയിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക്.